ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു MJ ടേസ്റ്റി വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ ചീരത്തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കണേ. നമുക്ക് എങ്ങനെയാണ് ചീരത്തോരൻ തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പോൾ ഞാൻ ചീര കുറച്ച് നേരം മഞ്ഞൾ വെള്ളത്തിൽ ഇങ്ങനെ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 15 മിനിറ്റ് നേരം. അതുപോലെ തന്നെ ഈ ചീരയുടെ മേലെയായിട്ട് ഇതേപോലെ ഇങ്ങനെ പൂ പോലെ ഇങ്ങനെ കാണാം, ചീരയുടെ ഇങ്ങനെ പൂ. അപ്പോൾ ആ പൂ നമുക്ക് പറിച്ച് മാറ്റിയെടുക്കാം. അപ്പോൾ അങ്ങനെ ഓരോ ചീരയുടെ തണ്ടും എടുത്തിട്ട് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ബാക്കിൽ ഇങ്ങനെ വേര് പോലെ തണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും മുറിച്ച് മാറ്റാൻ ശ്രമിക്കുക. എൻ്റെ ഇതിനിപ്പോൾ അങ്ങനെ ബാക്കിൽ അങ്ങനെ ഇതില്ല. നമുക്കത് ആദ്യമേ തന്നെ അത് മുറിച്ച് മാറ്റിയിട്ട് ഇതേപോലെ വെള്ളത്തിൽ കുറച്ച് നേരം ഒരു 15 മിനിറ്റ് നേരം ഒന്ന് മുക്കി വയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലെ ഇങ്ങനെ പൂ പോലെ ഇങ്ങനെ കിട്ടും, അതും കൂടി നമുക്ക് നുള്ളി മാറ്റി വയ്ക്കാം. ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ പൂവൊക്കെ കളഞ്ഞ് ചീര നല്ലോണം ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ ചീര പൂവൊക്കെ കളഞ്ഞ് നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം കുരുകുരുന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ തണ്ട് ഇങ്ങനെ വലിയ തണ്ടായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് മുറിച്ച് മാറ്റാം. ചെറിയ തണ്ടൊക്കെ ആകുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കെട്ട് പോലെ എടുത്തിട്ട് അതിങ്ങനെ മടക്കി പിടിച്ചിട്ടാണ് ഞാനിങ്ങനെ കുരുകുരുന്ന് അരിഞ്ഞെടുക്കാൻ പോണേ. അപ്പോൾ നമുക്കിത് നല്ലോണം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ചീരയൊക്കെ നല്ലോണം അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. ഞാൻ കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, സബോള, അതുപോലെ തന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ കറിവേപ്പില. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. അപ്പോൾ നമ്മുടെ കടുകൊക്കെ നല്ലോണം പൊട്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ അരിഞ്ഞ് വെച്ചേക്കണ സബോളയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് നല്ലോണം നമുക്ക് വഴറ്റിയെടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സബോളയൊക്കെ നല്ലോണം വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പച്ചമുളക് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവിന് വേണ്ടിയിട്ട്. പച്ചമുളക് ഉള്ളത് തന്നെ ഞാൻ ഇനി മുളക് പൊടിയൊന്നും ഇടുന്നില്ല. അപ്പോൾ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഒന്ന് നല്ലോണം മൂത്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ ചെരുകി വെച്ചേക്കണ തേങ്ങ ഇട്ട് കൊടുക്കാം. ആ തേങ്ങയുടെ ഒരു 2-3 സെക്കൻഡ് നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കാം. അതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ അരിഞ്ഞ് വെച്ചേക്കണം ചീര ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഞാൻ ചീരയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങയും എല്ലാവരും കൂടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് നല്ലോണം അടച്ചു വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ അധികം വേവേണ്ട ആവശ്യമില്ല. ചീരയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ കുറച്ച് നേരം നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അതായത് നമ്മുടെ ചീരത്തോരൻ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റുന്നതാണ് ചീര.
അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഹെൽത്തിയാണ് ചീര. അപ്പോൾ ചിലവരൊക്കെ ഇതിൽ പരിപ്പ് ചേർക്കും. അപ്പോൾ നിങ്ങൾക്ക് പരിപ്പ് കൂട്ടി കഴിക്കുന്നതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ പരിപ്പ് കൂടിയും ചേർത്തിട്ട് ചീര തോരൻ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ.